നമസ്കാരം. എൻ്റെ ഈ വാർത്ത അപ്ലോഡായി ജനങ്ങൾ കാണുമ്പോഴേക്കും മന്ത്രി KB ഗണേഷ് കുമാർ രാജിവച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്ന് ആദ്യമേ പറയട്ടെ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രി, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA മന്ത്രിയാകുമ്പോൾ, അദ്ദേഹത്തിന് നാടിനോട്, ജനങ്ങളോട് ഒക്കെ തന്നെ വല്ലാത്ത ഉത്തരവാദിത്വമാണ്. എനിക്ക് പ്രണയമുണ്ട്, എനിക്ക് 5000 പ്രണയമുണ്ട്, ഞാൻ തോന്നിയ ആളുകളുടെ ഒക്കെ കൂടെ പോകും എന്നൊന്നും ലാഘവത്തോടെ, ഒരു തമാശ രൂപത്തിൽ, ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല ആരായാലും. അത് KB ഗണേഷ് കുമാർ ആയാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിലായാലും ശരി, ആരായാലും ശരി. ഒരു പൊതുപ്രവർത്തകൻ നാടിന്റെ സ്വത്താണ്. അയാൾ സംശുദ്ധമായ ജീവിതം മാതൃക കാണിച്ച് ജനങ്ങൾക്ക് അത് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളാണ്. അതിന് പകരം തോന്നിയ വഴിക്ക് എല്ലാം ചെയ്തിട്ട്, ഇപ്പം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. പോലീസും ഒരു വേള മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന പരാതിയാണ് ഉയർന്നത്. ഈ ഇലക്ഷൻ കാലത്ത് തീർച്ചയായിട്ടും LDF സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, മന്ത്രിക്ക്, ഗതാഗത മന്ത്രിക്ക് ഒക്കെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഈ വിഷയം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ സംസാര വിഷയം. പിന്നെ വാളകത്തെ വീട്ടിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കൂടെ കണ്ട സ്ത്രീയെക്കുറിച്ചും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ ചില ഇളവുകളൊക്കെ നേടി ചില ആളുകളെ പുറത്തിറക്കിയ കഥയൊക്കെയുണ്ട്. പ്രമാദമായ കേസിൽ ശിക്ഷിക്കപ്പെട്ട അകത്ത് കിടന്ന ആൾക്കാരെ പുറത്തിറക്കിയ ചരിത്രമൊക്കെ ഉണ്ട്. നമുക്ക് അതിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നു, നമുക്കറിയില്ല. പിന്നെ ഏതോ ഒരു നായർ പ്രമാണിയുടെ മകളാണ് എന്നൊക്കെ പറയുന്നു. അതാരുമാകട്ടെ, എന്തുമാകട്ടെ, ഏതുമാകട്ടെ, പക്ഷേ മന്ത്രിയായിരിക്കണം. മന്ത്രിക്ക് നാടിനോട് ഉത്തരവാദിത്തമുണ്ട്, കുടുംബത്തോട് ഉത്തരവാദിത്തം എന്തായാലും ഉണ്ട്. ആ കുടുംബത്തോട് ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ നാടിനോടും ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായി അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ എതിര് നിൽക്കും, ജനങ്ങൾ തിരിഞ്ഞു നിൽക്കും. ഈ ഇത്രയും പ്രണയങ്ങൾ ഉള്ളതുകൊണ്ട് പത്തനാപുരത്തെ ജനങ്ങൾ തനിക്ക് ഇനിയും വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഗണേഷ് കുമാറിന്റെ ധാർഷ്ട്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഒരു പൊതുപ്രവർത്തകനായ വ്യക്തിയുടെ മകനായി പൊതുപ്രവർത്തനം ചെറുപ്പത്തിലേ കണ്ടു വളർന്ന് കലാകാരനായിട്ടൊക്കെ തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. കുറച്ചുകൂടി ആ ഒരു മനസാന്നിധ്യവും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും ഒക്കെ തന്നെ തന്റെ വാക്കുകളിൽ കരുതേണ്ടതാണ്, കാണിക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത്. പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ ഈ സ്ത്രീ പീഡകരെ ഒന്നും LDF സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്റെ ഇടത്തോടെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും അതിന് കഴിയണം. അത് LDF സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ, CPM നയിക്കുന്ന സർക്കാരിന്റെ ഒക്കെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. ഇത്തരത്തിൽ CPI അടക്കം ഈ വിഷയത്തിൽ ഘടകകക്ഷികളൊക്കെ തന്നെ മുഖ്യമന്ത്രിയോട് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നറിയുന്നു. കുറച്ചു കാലമേ ഉള്ളൂ, എന്നാൽ പോലും ഇദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ പുറത്താക്കണം, രാജി എഴുതി വാങ്ങണം എന്നുള്ള ആവശ്യം നാലുപാടൊന്നും ശക്തമായി ഉയർന്നു കഴിഞ്ഞു. ഈ വാർത്ത ജനങ്ങൾ കാണുമ്പോഴേക്കും ഇദ്ദേഹം രാജിവെച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. രാജിവച്ചില്ലെങ്കിലും വച്ചാലും എന്തൊക്കെയായാലും ശരി, ഇത് വലിയ ചീഞ്ഞു നാറിയ കേസായി പോയി എന്നതിൽ തർക്കമില്ല. ഒരു മന്ത്രി, അതും പലവട്ടം 2013 ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ അന്ന് ഉന്നയിച്ചതാണ്. അന്ന് പിണറായി വിജയനൊക്കെ ഇദ്ദേഹത്തിനെതിരെ, അന്ന് അദ്ദേഹം UDF ഉമ്മൻചാണ്ടി സർക്കാരാണ്, ഇദ്ദേഹത്തെ ഉടൻ മുഖ്യമന്ത്രി പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഘോരഘോരം പ്രസംഗിച്ചതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളിലൂടെ ആ വീഡിയോ ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി സ്വയം രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇത് ഒരു സർക്കാർ സംവിധാനത്തെ മൊത്തം ബാധിക്കുന്ന വിഷയം തന്നെയായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ്, പ്രതിപക്ഷം ഇത് ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കോഴി ബസ് എന്നൊക്കെ പറഞ്ഞ് പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ഒരു വണ്ടി യാത്രയാക്കുന്നതൊക്കെ കണ്ടു. എന്തൊക്കെയായാലും ശരി, ഇത് ഇലക്ഷൻ സമയത്ത് വലിയ തോതിലുള്ള തിരിച്ചടി CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടാക്കും, സംശയമില്ല.